വെൽക്കം ബാക്ക്. നമ്മൾ ഇനി ആദ്യത്തെ ഇമ്പോർട്ടന്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. സോ യു ക്യാൻ സി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോഡ്. നമുക്കറിയാം എന്താണ് കോഡ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ദിസ് ഇസ് വൺ കോഡ് ആൻഡ് ദിസ് ഇസ് അനദർ കോഡ് അല്ലെ, രണ്ട് കോഡ് നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ ഒരു ലെങ്ത് ഈക്വൽ ടു ഈ ഒരു ലെങ്ത് ആണെങ്കിൽ, ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇഫ് എ ബി ഈക്വൽ ടു സി ഡി. എന്താ നമുക്ക് പറയാൻ പറ്റുക? ഇവിടെയുള്ള ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് ടു ദ സെന്റർ, അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് ഇതിലേക്കുള്ള ആംഗിൾ എന്താണോ അത് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് യു ക്യാൻ സേ ദാറ്റ് ആംഗിൾ എ ഒ ബി ആംഗിൾ സി ഒ ഡി. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ. ഈ പറയുന്ന പോയിന്റുകളൊക്കെ നമ്മുടെ തിയറംസ് ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തിയറംസ് ആണ്. ഓക്കെ, സോ അതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ. സോ അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കറക്റ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ എ ബി അതേപോലെ തന്നെ സി ഡി ഈക്വൽ ലെങ്ത് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി. സോ ദിസ് ഇസ് ഫസ്റ്റ് പോയിന്റ്. ഇനി ഇതിന്റെ നേരെ കോൺവേഴ്സ്, നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഇഫ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ്സ് ഓഫ് എ സർക്കിൾ അറ്റ് ദ സെന്റർ ആർ ഈക്വൽ, then the chords are equal. Angle subtended by the chords of a circle at the center are equal, then the chords are equal. ഇതെങ്ങനെ പറയാ? ഇത് നമുക്ക് ഈ സെയിം ഫിഗർ വെച്ച് പറയാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ എഴുതിയ ഓർഡർ തിരിച്ചിടുക. ദാറ്റ് മീൻസ് ഇഫ് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി, നമ്മുടെ if angle AOB is equal to angle COD, then you can say that AB should be equal to CD. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. So this is the second theorem, and in the first one you can say that if the chords are equal, then the angle subtended by the chords at the center will be always equal, and the reverse or the converse is actually if the angle subtended by the center of a circle two chords are equal means then that two chords will be always equal. ഇപ്പൊ 2 നല്ല എത്ര കോഡ്സിലും സെന്ററിൽ നിന്നുണ്ടാവുന്ന ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ആ ഒരു കോഡുകളെല്ലാം സെയിം ലെങ്ത് ആണ് ഉണ്ടാവുക. ഇത്ര മാത്രമേ ഈ ഒരു കോൺസെപ്റ്റിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളൂ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. സോ ഒരുപാട് തിയറം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും, പക്ഷെ അതിലൊന്നും നമുക്ക് അത്ര എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. ജസ്റ്റ് ആ കാര്യം മതി, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു ദിസ് പ്രോബ്ലം. സോ ദ ക്വസ്റ്റ്യൻ ഹിയർ ഇസ് ദാറ്റ് റീകോൾ that two circles are congruent if they have the same radii. നിങ്ങൾക്കറിയാം അല്ലെ? കാരണം ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇതുമായിട്ട് കോൺഗ്രുവന്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇതേ റേഡിയസിലുള്ള സർക്കിൾ ആണെങ്കിൽ എന്താവുള്ളൂ? കോൺഗ്രുവന്റ് ആവുള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു എന്താ പറയാ, നിങ്ങൾ ഒരു കോമ്പസ് വെച്ച് ഇങ്ങനെ വരയ്ക്കുകയാണ്, അതേ കോമ്പസ് നിങ്ങൾ ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഇവിടെ കുത്തി വരച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് another congruent circle. അപ്പൊ സെയിം ലെങ്ത് അല്ലെങ്കിൽ സെയിം റേഡിയസ് ആൻഡ് സെയിം ഡയാമീറ്റർ, ദാറ്റ് ഈസ് ദ നെസസറി കണ്ടീഷൻ ഫോർ കോൺഗ്രുവന്റ് സർക്കിൾസ്. ഓക്കെ, അപ്പൊ ഒരു സർക്കിൾ വരച്ചു, അതിന്റെ മുകളിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? കോൺഗ്രുവന്റ് ആണ്. കാരണം എന്താ? സെയിം റേഡിയല്ലേ വരുള്ളൂ. ഇനി അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്ന കാര്യം, പ്രൂവ് ദാറ്റ് ഈക്വൽ കോഡ്സ് ഓഫ് കോൺഗ്രുവന്റ് സർക്കിൾസ് സബ്റ്റെൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദിയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, തിയറംസ്, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ തിയറംസ് ആണ് സത്യത്തിൽ ഇവരെന്ത് ചെയ്യുന്നത്? നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ ക്വസ്റ്റ്യനിലുള്ളത് അത് നമ്മൾ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം വരയ്ക്കുക, എന്നിട്ട് ആ ഒരു പ്രൂഫിലേക്ക് ഗിവൺ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എത്തുക. അതാണ് ചെയ്യേണ്ടത്. സോ ആദ്യമായിട്ട് നമുക്ക് രണ്ട് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, രണ്ട് ഈക്വൽ സർക്കിൾ വരച്ചു.
Okay, so now we have two circles which are having same radii as per the question. ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ രണ്ട് സർക്കിൾ ഉണ്ട്, ആ രണ്ട് സർക്കിളിന്റെയും റേഡിയസ് സെയിം ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, നൗ വി നീഡ് ടു പ്രൂവ് ദാറ്റ് the equal chords of congruent circles subtend equal angle at the center. That means we should consider this AB and CD are also equal length. അല്ലെ, അപ്പൊ നമ്മളോട് ആദ്യം പറഞ്ഞ എന്താ, these two are congruent circle. That means you can say that OA equal to O dash C and OA equal to OB equal to O dash C is equal to O dash D. ഇതൊക്കെ പറയാം, എല്ലാം സെയിം റേഡിയസ് ആണ്. ചുരുക്കി പറഞ്ഞാല് നമുക്ക് 4 കാര്യങ്ങൾ കിട്ടി എന്ന് പറഞ്ഞാല് OA ഈക്വൽ ടു O ഡാഷ് C, രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അടുത്ത രണ്ട് സൈഡ് OB ഈക്വൽ ടു O ഡാഷ് D, ഇപ്പൊ 4 സൈഡുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ നമുക്ക് ഗിവൺ ഇൻഫർമേഷൻ ആണ് എന്ത്, the chords are of equal length, that is AB is equal to CD. Then what you need to prove? You need to prove that the angle AOB, angle subtended by the center, that is this angle, is equal to this angle. ഇതാണ് പറയേണ്ടത്. ഡെഫിനറ്റ്ലി അത് ട്രൂ ആണ്. കാരണം എന്താ, ഇവിടെ 3 സൈഡും ഈക്വൽ ലെങ്ത് ആണ്, കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലെ. സോ ഇവിടെ ഈ സൈഡും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് OAB ഈസ് എ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ വിത്ത് റെസ്പെക്ട് ടു O ഡാഷ് CD. ദാറ്റ് മീൻസ് കോൺഗ്രുവന്റ് സൈഡിന്റെ എന്താ പറയാ, കോൺഗ്രുവന്റ് ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ എന്തായിരിക്കും, ഡെഫിനറ്റ്ലി ഓക്കെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അത്ര മാത്രമേ ഇവിടെ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ നമുക്ക് താഴെ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ let the two circles are congruent. That is OA equal to O dash C and OB equal to O dash D. നമ്മൾ ആദ്യം എഴുതി. Also AB equal to AB equal to CD. എങ്ങനെ AB equal to CD എന്ന് പറയാ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രൂവ് ദാറ്റ് ഈക്വൽ കോഡ്സ് അല്ലെ. ഈക്വൽ കോഡ്സ് എന്താണ്, ഈക്വൽ കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോഡ്സ് ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ എഴുതാം ഗിവൺ, തന്നിരിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ട്രയാങ്കിൾ OAB ട്രയാങ്കിൾ O ഡാഷ് CD അല്ലെ. കാരണം എന്താ, ബൈ ഏതാ തിയറം, ബൈ SSS കോൺഗ്രുവൻസ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് എഴുതാം SSS കോൺഗ്രുവൻസ് കണ്ടീഷൻ അല്ലെ, കോൺഗ്രുവൻസ് തിയറം. ഇതാണ് സംഭവം അല്ലെ. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, therefore angle OAB is equal to angle AOB ആണ്, സോറി സെന്ററിലുള്ള ആംഗിൾ അല്ലെ, ആംഗിൾ AOB ആണ്, ആംഗിൾ AOB. CO dash D അല്ലെ, CO dash D. എന്താ റീസൺ പറയാ, ബൈ CPCT കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ അല്ലെ. സോ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഈക്വൽ കോഡ്സ് മേക്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻറ്റ്
equal angle at the center. ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പ്രോബ്ലം ഡൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രൂവ് ദാറ്റ് ഇഫ് chords of congruent circle subtend equal angles. Chords of congruent circle subtend equal angles at their centers, then the chords are equal. നേരെ റിവേഴ്സ്. നേരത്തെ എന്താ പറഞ്ഞേ? ഈക്വൽ chords. എന്നിട്ടോ ആംഗിൾ subtend by the center അല്ലെങ്കിൽ at the center is equal എന്നാ പറഞ്ഞത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് എന്താ പറഞ്ഞത്? ആംഗിൾ പ്രൂവ് ദാറ്റ് if the chords of congruent circle subtend equal angle എന്താണ്? at their centers, then the chords are equal. ഇതാണ് പറയേണ്ടത്. എന്താണോ നമ്മൾ നേരത്തെ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം? രണ്ട് സർക്കിൾസ് വരയ്ക്കാം. രണ്ട് ഈക്വൽ സർക്കിൾ വരച്ചു. then O OAB അതേപോലെ OAB, സോറി ഇവിടെ സെയിം പേര് പറ്റൂലല്ലോ, സോ പേര് ചെറുങ്ങനെ മാറ്റാം. O ഡാഷ് O dash CD. Okay. Now we can say that this angle is equal to this angle. അത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് രണ്ട് ലൈനൊക്കെ അല്ലെങ്കിൽ രണ്ട് പിന്നെ ആർക്ക് വരച്ചിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്തു. അത് ജസ്റ്റ് we can say that AOB, angle AOB is equal to angle CO dash D. Okay, that's okay. Now how can you prove that, or how will you prove that AB is equal to CD? ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? സോ എങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും? ഏറ്റവും ആദ്യം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ആംഗിൾ ഗിവൺ ആംഗിൾ CO dash D അല്ലേ? നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ആംഗിൾ പറഞ്ഞ പോലെ തന്നെ OA is equal to O dash C, OB is equal to എന്താ റീസൺ പറയാ? ബിക്കോസ് റേഡിയസ് നമുക്ക് ആദ്യമേ ഇവിടെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? These two circles are congruent circles. നമ്മൾ ആദ്യം എഴുതാം. Let the two circles are congruent. നമുക്ക് ആദ്യം എഴുതാം. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? രണ്ട് സൈഡ് അതേപോലെ എന്താണ് അതിന്റെ കണ്ടെയ്നിങ് ആംഗിൾ, രണ്ട് സൈഡ് അതിന്റെ ഉള്ളിലുള്ള ആംഗിൾ, ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് side angle side by SAS congruence rule you can say that this AOB and CO dash D are congruent triangles. Then you can say that the corresponding part, that is AB, will be equal to CD. That's all. Proved. നമുക്ക് പറയാൻ പറ്റുന്നത് ട്രയാങ്കിൾ AOD CO dash D എന്താ റീസൺ പറയാ? ബൈ SAS rule. Then നമുക്ക് പറയാൻ പറ്റും therefore AB is equal to CPCT അല്ലേ?
Now you can say that therefore കോഡ്സ് ആർ ഈക്വൽ. ഇത്ര മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിൽ പറയാനുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആക്ച്വലി അടുത്ത സെക്ഷനിലേക്ക്. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത സെക്ഷനിൽ പറയുന്നത് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു എ കോഡ്. ഇതാണ് ചെയ്യേണ്ടത്. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു എ കോഡ്, ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിന്റെ സെന്റർ ആണ് എന്ത്, ഈ O എന്നുള്ള പോയിന്റ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് A, അതേപോലെ തന്നെ B, അതേപോലെ തന്നെ M. ഇതില് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഒരു തിയറം പറഞ്ഞ അതിന്റെ എന്താ പറയാ കോൺവേഴ്സും ട്രൂ ആണെന്ന് പറയാൻ പറ്റും. അതാണ് ഇവിടെയും ചെയ്യുന്നത്. ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെന്ററിൽ നിന്ന് നിങ്ങൾ ഏത് കോഡാലും കുഴപ്പമില്ല, അതിലേക്ക് 90 ഡിഗ്രി, ദിസ് ഇസ് ദ പെർപെൻഡിക്കുലർ നിങ്ങൾ വരച്ചാൽ 100% എന്ത് ചെയ്യും, ആ ഒരു കോഡിനെ കറക്റ്റ് ആയിട്ട് ബൈസെക്ട് ചെയ്യും, കട്ട് ചെയ്യും, കറക്റ്റ് മിഡിലൂടെ കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ AM ഈസ് ഈക്വൽ ടു BM. എപ്പോ, if ആംഗിൾ AMO ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് കണ്ടീഷൻ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, സെന്ററിൽ നിന്ന് ഏതൊരു കോഡിലേക്കും 90 ഡിഗ്രിയിൽ നിങ്ങളൊരു എന്താ പറയാ ഒരു ലൈൻ വരച്ചാൽ ആ ഒരു കോഡിന് ആ ലൈൻ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ബൈസെക്ട് ചെയ്യും, കറക്റ്റ് മിഡിൽ കട്ട് ചെയ്യും. ഇതാണ് സംഭവം. ഇനി അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, നിങ്ങൾ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ഒരു ലൈന് ഈ ഒരു കോഡിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് നേരെ റിവേഴ്സ് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾ നോക്കി അടുത്ത ഇവിടെ തന്നിരിക്കുന്ന തിയറം നോക്കി, ദ ലൈൻ ഡ്രോൺ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു ബൈസെക്ട് എ കോഡ് എന്തായിരിക്കും, ഡെഫിനറ്റ്ലി പെർപെൻഡിക്കുലർ ടു ദ കോഡ് ആയിരിക്കും. സോ ഇത് പെർപെൻഡിക്കുലർ, ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ്, ബൈസെക്ട് ചെയ്യും, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇപ്പോ ഇവിടെ എല്ലാം എപ്പോഴും ഒരേ കാര്യം വരും, എന്താണ്, ഇവിടെ ബൈസെക്ട് പെർപെൻഡിക്കുലർ, ഇവിടെ ബൈസെക്ട് പെർപെൻഡിക്കുലർ. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ പറയുന്നു, നേരെ തിരിച്ചും പറയുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ഇവിടെ പറയുകയാണെങ്കിൽ എന്താണ്, ഇഫ് എന്താ പറയാ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ ലൈൻ ഡ്രോൺ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു ബൈസെക്ട് എ കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ AM ഈക്വൽ ടു BM എന്ന് തന്നിട്ടുണ്ട്. ഏത്, AM ഈക്വൽ ടു BM എന്ന് തന്നിട്ടുണ്ട്. ദെൻ യു ക്യാൻ സേ ദാറ്റ് OMA ഈസ് ഈക്വൽ ടു OMB അല്ലെങ്കിൽ AMO ഈക്വൽ ടു BMO ഈസ് ഈക്വൽ ടു ആംഗിൾ ആണ് 90 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. ഇവിടെ എന്താണ് എഴുതിയത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത രണ്ട് തിയറംസ്. നമ്മൾ നേരത്തെ രണ്ടെണ്ണം പറഞ്ഞു. നേരത്തെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് കോഡ്സ്, ഈക്വൽ കോഡ്സ് സെന്ററിൽ സെയിം ആംഗിൾ ആണ് ഉണ്ടാക്കുക. ഇനി തിരിച്ചും ഈക്വൽ കോഡ്സ് ആണെങ്കിൽ സെയിം ആംഗിൾ ആണ് ഉണ്ടാക്കുക. സെയിം ആംഗിൾ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവുന്നത് ഈക്വൽ കോഡ്സ് ആയിരിക്കും. അതേ രണ്ട് കാര്യങ്ങൾ ഇവിടെയും പറഞ്ഞു. ഇനി അതേപോലെ തന്നെ ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി പറയാണ്. ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട സിലബസ് റിമൂവ് ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു കാര്യം, ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം പറയാണ്. അതായത് സപ്പോസ് യു ഹാവ് 3 പോയിന്റ്സ്. നിങ്ങൾ ഇവിടെ 3 പോയിന്റ് ഉണ്ട്. ദിസ് ഇസ് 1, ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 3. ഈ ഒരു 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരൊറ്റ സർക്കിളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരയ്ക്കാൻ പറ്റുള്ളൂ. ഒന്നിലധികം സർക്കിൾസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇതിലൂടെ വരയ്ക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഒന്നിലധികം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വരയ്ക്കുന്നത് സർക്കിൾ എന്തായിട്ട് മാറും, എലിപ്സോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ ഏതെങ്കിലും ഷേപ്പ് ഒക്കെ ആയിട്ട് മാറും, എഗ്ഗിന്റെ ഷേപ്പ് ഒക്കെ ആയിട്ട് മാറും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ കോൺസെപ്റ്റ്. സോ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ യു ക്യാൻ സി, സപ്പോസ് യു ഹാവ് 3 പോയിന്റ്സ് A, B and C. You have 3 points A, B, C.
then you can say that these 3 points are a part of a circle in only one unique way. ഇതല്ലാതെ നിങ്ങൾ ഈ എ ബി സി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേറൊരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എ ബി വരുന്ന രീതി വരയ്ക്കാം കേട്ടോ. അതാ നോക്കിയതാ, എ ബി വരുന്ന രീതിയിൽ വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. എ ബി വരുന്ന രീതിയിൽ ഒന്നിലധികം സർക്കിൾ വരയ്ക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്താ, നിങ്ങൾക്ക് ഒരിക്കലും എ ബി സി 3 കൂടി വരുന്ന രീതി വരയ്ക്കാൻ പറ്റൂല. നിങ്ങൾ വരയ്ക്കാൻ നോക്കുകയാണ്, എ ബി സി 3 കൂടി വരുന്ന രീതി വരയ്ക്കാൻ നോക്കുകയാണ്. സോ എ ബി സി വരണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ വരച്ചാലോ സർക്കിളിൽ എന്തായി പോകും, ഒരു കോഴിമുട്ടന്റെ ഷേപ്പായി മാറും അല്ലെ. സോ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിലധികം സർക്കിള് 3 പോയിന്റ് വരുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. സോ ഇതാണ് ഇവിടെ പറയാനുള്ള കോൺസെപ്റ്റ്. സോ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നതാണ്, ബട്ട് കട്ട് ചെയ്തു. ദർ ഈസ് one and only one circle passing through 3 given non collinear point. എന്താ നോൺ കൊളീനിയർ പോയിന്റ്? ഒരേ ലൈനിലുള്ള എന്താ പറയാ 3 പോയിന്റ് അല്ല, എന്താ പറയാ 3 വേറെ വേറെ പോയിന്റ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ പറയാൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇതിന്റെ പ്രോബ്ലംസ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി, കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഇത് ആഡ് ചെയ്തു എന്നുള്ള ഒറ്റ സ്ലൈഡ് മാത്രം. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് 2 തിയറംസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ 4 തിയറംസ് പറഞ്ഞു, അതിൽ 2 എണ്ണമേ സത്യത്തിലുള്ളൂ. എന്തൊക്കെയാ? ഒന്ന് കോഡിൽ നിന്ന് സെൻട്രൽ ആംഗിൾ എന്താ പറയുക എപ്പോഴും ഈക്വൽ ആയിരിക്കും, കോഡ്സിൽ സെയിം ലെങ്ത് ആണെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ എന്താണ്, അതായത് സെന്ററിൽ നിന്ന് നമ്മൾ കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ ബൈസെക്ട് ചെയ്യും അല്ലെ, നേരെ തിരിച്ചു. ഇനി അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ നോക്കിയേ, ഈക്വൽ കോഡ്സ് ആൻഡ് ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. എന്ന് പറഞ്ഞാലും നമ്മൾ ഈക്വൽ കോഡ്സ് വരയ്ക്കാണ്. ഈക്വൽ കോഡ്സ് ഇപ്പൊ നമുക്കിങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, അതില് ഇത് എ ബി എന്ന് പറയുന്നത്, ഇപ്പൊ സപ്പോസ് ഇതൊരു 10 സെന്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ സപ്പോസ് സി ഡി ഈസ് ഓൾസോ of a length 10 centimeter. Just you can assume. Then what you can say that the distance OM will be equal to ON എന്ന് പറഞ്ഞാൽ ഈ 2 കോഡിലേക്കുമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായാലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ യു ക്യാൻ സേ ദാറ്റ് OM is equal to ON definitely because this AB and CD are of equal length. സോ അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയും, ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ഓർ ഓഫ് കോൺഗ്രുവന്റ് സർക്കിൾ. ഇത് തന്നെ ആവണമെന്നില്ല, ഇതേ സൈസിലുള്ള ഇതേ റേഡിയസിലുള്ള വേറൊരു സർക്കിൾ എന്താവാം, ദേ ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സർക്കിളിൽ 2 കോഡ് വരയ്ക്കാണ്, ആ 2 കോഡ്സും എന്താണ്, ഈക്വൽ ആണ്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ, ദാറ്റ് ഈസ് ദിസ് ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഷുഡ് ഓൾവേസ് ബി ഈക്വൽ. അതാണ് ആ ഒരു കണ്ടീഷൻ. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ റേഡിയസിൽ നിങ്ങൾ കോമ്പസ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, വേറൊരു സർക്കിൾ വരയ്ക്കാണ്. അപ്പൊ അവിടെയും ഈ എ ബിയുടെ ലെങ്ത് ഉള്ള ഒരു കോഡ് വരച്ചാൽ ആ ഒരു ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് സെയിം ആയിരിക്കും. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് സെയിം സംഭവം തിരിച്ചു പറയാണ്. എന്താ പറയണേ, കോഡ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സർക്കിൾ വരച്ചു. ഇവിടെ നമ്മൾ ഒരു കോഡ് വരച്ചു. അതേപോലെ തന്നെ ലെങ്ത് ഉള്ള വേറൊരു കോഡ് നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ ദൂരവും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം, സെന്ററിലേക്ക് വരയ്ക്കണം. അല്ലാതെ ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ടും അടുത്തത് ഇവിടുന്ന് നേരെ ഇങ്ങോട്ടും വരയ്ക്കരുത്. ഓക്കെ, സെന്ററിലേക്ക്. അപ്പോ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ലെങ്ത് ആയിരിക്കും. അപ്പൊ അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. അപ്പൊ ഇത്ര മാത്രമാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു സെക്ഷനിൽ. ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ 2 സെയിം ലെങ്ത് ഉള്ള കോഡിന്റെ സെന്ററിന് അങ്ങോട്ടുള്ള ദൂരം സെയിം ആയിരിക്കും. സെന്ററിലുള്ള ദൂരം സെയിം ആണ്, ആ ഒരു 2 കോഡ്സും എന്തായിരിക്കും, ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. ഈ പ്രോബ്ലം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, 2 circles of radii 5 centimeter. അപ്പോ ഇത് 5 സെന്റിമീറ്റർ ആണ്, റേഡിയൈ 5 സെന്റിമീറ്റർ. അതേപോലെ തന്നെ 3 സെന്റിമീറ്റർ. സോ യു ക്യാൻ ടേക്ക് ദിസ് ആസ് 3 ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കണേ, ഇന്റർസെക്ട് അറ്റ് 2 points ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെന്റേഴ്സ് ഈസ് 4.
എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്താ പറയാൻ പറ്റുക, ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ സെന്റേഴ്സ് ഈസ് 4 എന്ന് പറഞ്ഞാൽ ഈ ദൂരം എന്താണ് 4 ആണ്. ഓക്കെ, ഈ ദൂരം 4 ആണ്. അപ്പൊ അതൊന്ന് മാറ്റി വരയ്ക്കാം. Okay, so you can say that this distance is equal to 4 എന്ന് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇത് നേരെ നീട്ടി വരയ്ക്കുക. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. നമുക്ക് ഇതിന്റെ സെന്ററിന് O എന്ന് പേര് കൊടുക്കാം, ഇതിനെ O' എന്ന് വിളിക്കാം. Okay, so this is, let us take A and let us take this as B and this point is C. Let us assume നമ്മൾ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് find the length of the common chord. So what is the question we need to address here, or what is the answer we need to find out is we need to find the length of AB. അപ്പോൾ ഇവിടെ AB എന്താണെന്നാണ് ചോദിച്ചത്. AB is how much? എന്തൊക്കെയാ തന്നിരിക്കുന്നത്? OA is equal to OB is equal to 5 given അല്ലെ. ഇനി അതേപോലെ തന്നെ O' is equal to O' B equal to 3. ഇതൊക്കെ തന്ന കാര്യമാണ്. ആൻഡ് ഓൾസോ അപ്പൊ അത് നമുക്ക് ഗിവൺ എന്ന് എഴുതാം, ഗിവൺ. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്, OO' is equal to 4. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് AB എന്താണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ സെന്റേഴ്സ് ഈസ് 4. അതാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിന്റെ ലെങ്ത് നമുക്ക് അസ്യൂം ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എഴുതാം ലെറ്റ് OC ഈക്വൽ ടു എക്സ്, OC ഈക്വൽ ടു എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ മൊത്തത്തിൽ OO' ആണ് എന്ത് 4 എന്ന് പറയുന്നത്. അപ്പൊ OC x ആണെങ്കിൽ എന്താണ് CO' ഉണ്ടാവുക, മൊത്തത്തിൽ 4 ആണ്, ഇത് x ആണ്, എന്താ ഉണ്ടാവുക CO' എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും എന്ത് 4 - x ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് CO' or O' is equal to 4 - x എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകണം. ഫ്രം ട്രയാങ്കിൾ OAC എന്നുള്ളത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. നമുക്ക് പറയാൻ പറ്റും AO² is equal to OC² plus AC². പൈതഗോറസ് തിയറം ആണ് അല്ലെ. സോ നമുക്ക് എഴുതാം ബൈ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം. അപ്പൊ അത്ര എഴുതിയുള്ളൂ, പൈതഗോറസിനെ എഴുതിയിട്ടുള്ളൂ. ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് 5² is equal to OA² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5² ആണ്. OC² എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുത്തത്, x ആണ് കൊടുത്തത് അല്ലെ. സോ x² പ്ലസ് AC². അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് എഴുതാൻ പറ്റും ഫ്രം ട്രയാങ്കിൾ OAC അല്ലെ. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ട്രയാങ്കിൾ ACO അല്ലെങ്കിൽ ട്രയാങ്കിൾ O'AC. ഓക്കെ, ട്രയാങ്കിൾ O'AC നമുക്ക് എന്താ പറയാൻ പറ്റുക, you can say that 3² is equal to you can write 3² equal to ഈ ഒരു സൈഡ് O'C അതെന്താ വരിക 4 - x ആണ്. O² പ്ലസ് AC² അല്ലെ, AC². ഈ 3² equal to this thing square plus this thing square അല്ലെ. സോ ദിസ് ഇസ് AC². ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ രണ്ട് ഇക്വേഷനും കൂടി എന്ത് ചെയ്യുക, നമുക്ക് സോൾവ് ചെയ്യണം. രണ്ടിലും നമുക്കറിയാം എന്ത് AC-യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, AC-യുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുക. സോ ദിസ് ഇസ് യു ക്യാൻ സേ 1 and this is you can say 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AC² രണ്ടും സെയിം ആണ് അല്ലെ. സോ നമുക്ക് പറയാൻ പറ്റും ഫ്രം
1 and 2. 1 and 2. ഇവിടെ എ സി സ്ക്വയർ എന്താ വരിക? എ സി സ്ക്വയർ എന്താ വരിക? 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലെ? സോ 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ എ സി സ്ക്വയർ എന്താ വരിക? 3 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയർ. 3 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമുക്ക് പറയാൻ പറ്റും എന്ത്? 25 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 മൈനസ് എന്താണ്? 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16 ആണ് വരിക. 16. പിന്നെ ഇവിടെ 2ab a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം അല്ലെ? സോ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ? 2ab എന്താ വരിക? 2 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് എക്സ് അല്ലെങ്കിൽ 2 ഇൻറ്റു 4 ഇൻറ്റു എക്സ്. മൈനസ് കൊടുത്താൽ മതി. സോ 2 ഇൻറ്റു 4 8 ആണ് വരിക. സോ മൈനസ് 8x പ്ലസ് എക്സ് സ്ക്വയർ ഇതാണ് വരിക. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം യു ക്യാൻ സേ ദാറ്റ് 25 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഈ സൈഡ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. സോ ദിസ് ഇസ് ഈക്വൽ ടു 9 മൈനസ് 16 എന്താ വരിക? 9 മൈനസ് 16 മൈനസ് 7. പിന്നെ അതേപോലെ മൈനസ് 8x എന്താവും? പ്ലസ് 8x ആവും. മൈനസ് എക്സ് സ്ക്വയർ അതേപോലെ കൊടുക്കുക. ഇങ്ങനെയാണ് വരിക അല്ലെ? സോ നമ്മൾ അതേപോലെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലുള്ള കോമൺ ടേംസ് വി ക്യാൻ ക്യാൻസൽ. Or you can say that if you take this minus x square to that side, it will become plus x square, and that plus x square will be cancelled with this minus x square. So നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത് പോയി അല്ലെ? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാ ടേമും കൂടി എന്ത് ചെയ്യുക? ഒരു സൈഡിൽ കൊണ്ടുപോകുക. അതിലും നല്ല എന്താ? എക്സിന്റെ ടേം അവിടെ വെക്കുക, ബാക്കിയുള്ളത് ഇങ്ങോട്ട് എടുക്കുക. സോ 25 പ്ലസ് 7 ഇങ്ങോട്ട് വരും അല്ലെ? 25 പ്ലസ് 7 ഇത് ഇങ്ങോട്ട് എടുക്കുക. 25 പ്ലസ് 7 എന്താ വരിക? 25 പ്ലസ് 7 ഈക്വൽ ടു 8x. 8x ഈക്വൽ ടു 32. x ഈക്വൽ ടു 32/8 is equal to 4. അപ്പൊ എന്താ വരിക? ഇവിടെ x ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. x ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. അപ്പൊ x 4 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം x ഈക്വൽ ടു 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ലൈക്ക് എ സി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയാ ബി സി കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ x ഈക്വൽ ടു 4 എന്ന് കിട്ടിയ ആ ഒരു സംഭവം എന്ത് ചെയ്യുക? നമ്മുടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എഴുതാം ലെറ്റ് put x equal to 4 in equation 1 implies 25 equal to 4 square plus AC square. 25 equal to 4 square plus AC square. എന്താ 4 square? 16 അല്ലെ? 25 16 പോലെ എന്താ വരിക? 9 ആണ് വരിക. എന്ന് പറഞ്ഞാൽ ഈ 16 ഇങ്ങോട്ട് എടുക്കുക അല്ലെ? സോ 25 minus 16 equal to AC square. That is AC square equal to 9. AC equal to 3. 9ന്റെ റൂട്ട് ആണ് എന്ത്? 3 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്? കാണാൻ പറഞ്ഞത് എ ബി ആണ്. AC നിങ്ങൾക്ക് 3 എന്ന് കിട്ടി. AC നിങ്ങൾക്ക് 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ബി സിയും എന്ത് തന്നെ ഉണ്ടാവുക? 3 ആണ് വരിക. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്ത്? ഇത് കറക്റ്റ് ബൈസെക്ട് ചെയ്യും. അതൊക്കെ എന്താ പറയാ നമ്മുടെ ആ ഒരു തിയറം വെച്ചിട്ട് അല്ലെ? സോ എ സി ഈക്വൽ ടു ബി സി ആണ് വരിക. സോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എ ബി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. യു ക്യാൻ സേ ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ ബി സി എന്ന് എഴുതാൻ പറ്റും. therefore distance between distance of common chord is equal to എന്താ common chord വരിക? You can say that 2 into 3 is equal to 6. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും which is equal to AC plus BC is equal to AB equal to 6. ഇത് പറഞ്ഞാലും മതി.
ഇതപ്പോ വേണ്ട. ഓക്കെ, സോ ഇത്രയും പറഞ്ഞാൽ മതി. AB = 6. ഇത്ര മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.